Good morning students, welcome to this video. We will air condition continue. Important parts of an air conditioner are evaporator coil, compressor, condenser coil and expansion valve. ഒരു എയർ കണ്ടീഷണറിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ട്, കംപ്രസർ ഉണ്ട്, കണ്ടൻസർ കോയിൽ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ്. ഇവാപ്പറേറ്റർ കോയിൽ, കംപ്രസർ, കണ്ടൻസർ കോയിൽ, then എക്സ്പാൻഷൻ വാൽവ്. ഈ 4ത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി നമ്മൾ എയർ കണ്ടീഷണർ AC ഓൺ ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അതിനകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനുള്ള ഒരു തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറും റൂം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് സെൻസ് ചെയ്യും. അപ്പോൾ എയർ കണ്ടീഷണറിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ രണ്ടും തമ്മിൽ 6 ഡിഗ്രി സെൽഷ്യസിന്റെ 6 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് കാണും. അത് തെർമോസ്റ്റാറ്റ് സെൻസ് ചെയ്യും. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റൂമിനുള്ളിലെ വാം എയർ കണ്ടീഷണറിന്റെ ഇൻഡോർ യൂണിറ്റിന്റെ അടിഭാഗത്തുള്ള ഒരു ഗില്ല് വഴി അകത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം അത് ഈ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന പൈപ്പ് വഴി ഈ വാം എയറിനെ പാസ് ചെയ്യുന്നു. Warm air is drawn in through a grill at the base of indoor unit. Indoor യൂണിറ്റിന്റെ നമുക്കറിയാം ഇൻഡോർ യൂണിറ്റ് ഉണ്ട്, എസിക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. മുറിക്കുള്ളിലിരിക്കുന്നതാണ് ഇൻഡോർ യൂണിറ്റ്, നമ്മള് മുറിക്ക് പുറത്ത് പ്ലേസ് ചെയ്യുന്നതാണ് ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ ഇൻഡോർ യൂണിറ്റിന്റെ അടിഭാഗത്തുള്ള ഒരു ഗില്ല് വഴി അകത്തേക്ക് എടുക്കുന്ന വാം എയർ ചില പൈപ്പ് വഴി പോവും. ഈ പൈപ്പ് വഴി റെഫ്രിജറന്റ് പാസ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറന്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ലിക്വിഡ് ഫോമിലാണ്. ആ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന പൈപ്പ് വഴി അല്ലെങ്കിൽ കോയിൽസ് വഴി നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന വാം എയർ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അപ്പോൾ ആ കോയിൽ വഴി റെഫ്രിജറന്റ് പാസ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലാണ് ഇനിഷ്യൽ സ്റ്റേജിൽ. ആ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന കോയിൽ വഴി ഈ വാം എയർ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ഇനി ഈ റെഫ്രിജറന്റ് ലിക്വിഡ് ഈ വാം എയറിൽ നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അതിനുശേഷം ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഗേഷ്യസ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ ആദ്യമേ ഇൻഡോർ യൂണിറ്റിന്റെ അടിഭാഗത്തുള്ള ഗ്രില്ല് വഴി വാം എയർ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. അതിനെ റെഫ്രിജറന്റ് ഫ്ലോ ചെയ്യുന്ന, റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ കൂൾ ലിക്വിഡ് ആയിരിക്കും. ആ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന കോയിൽ വഴി ഈ വാം എയറിനെ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ ആ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് വാം എയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. The refrigerant liquid absorbs the heat and becomes a hot gas. ഗ്യാസ് ആയി മാറുന്നു. ഇപ്പോൾ ഇൻഡോർ യൂണിറ്റിന്റെ അടിഭാഗത്തുള്ള ഗില്ല് വഴി അകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന വാം എയർ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്ന കോയിൽ വഴി പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ റെഫ്രിജറന്റ് ആ വാം എയറിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള കാരണം ആ എയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് മൂലമാണ്. The refrigerant liquid absorbs the heat and become a hot gas. ഇനി അങ്ങനെയാണ് ആ ഹോട്ട് എയറിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്.
ആ ഹോട്ട് എയറിൽ നിന്നുള്ള ഹീറ്റിനെ ആര് അബ്സോർബ് ചെയ്തു? റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്തു. എന്നിട്ട് എന്തായി മാറി? ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ ഹോട്ട് എയറിൽ നിന്നുള്ള ഹീറ്റിനെ റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്യുകയും അതൊരു ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി നോക്ക്, ഇങ്ങനെയാണ് ആ ഹോട്ട് എയറിൽ നിന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദിസ് ഹോട്ട് റെഫ്രിജറന്റ് ഈസ് പാസ്ഡ് ടു കംപ്രസർ. ഇവാപറേറ്റർ കോയിൽസ് ആണ് ഇവിടെ കണ്ടോ, ഇത് ഇവാപറേറ്റർ കോയിൽസ് ആണ്. ഇവാപറേറ്റർ കോയിൽസിൽ നിന്ന് ആ ഹോട്ട് എയറിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? കംപ്രസറിലേക്ക് പാസ് ചെയ്യും. നമുക്കറിയാം കംപ്രസറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യുകയാണ്. ഈ ഇവാപറേറ്റർ കോയിലിൽ നിന്ന് വരുന്ന ഹോട്ട് ഗ്യാസിനെ കംപ്രസർ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കംപ്രസർ കംപ്രസസ് ദ ഗ്യാസ്, then it becomes hot. ഓക്കെ, അപ്പോൾ ഹോട്ട് ഗ്യാസിനെ കംപ്രസർ കംപ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഹീറ്റ് ആവും. ഓക്കെ, അതോടൊപ്പം തന്നെ അതിന്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ കംപ്രസർ ഈ ഹോട്ട് ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും കൂടും, പ്രഷറും കൂടും. ഓക്കെ, അപ്പോൾ കംപ്രസറിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് ആയിരിക്കും വരുന്നത്. കാരണം ഇവാപറേറ്റർ കോയിൽസിൽ നിന്നുള്ള ആ ഗേഷ്യസ് ഫോമിലുള്ള ലിക്വിഡിനെ കംപ്രസർ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടും, അതിന്റെ പ്രഷറും കൂടും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറുള്ള ഒരു ഗ്യാസ് ആണ് ഈ കംപ്രസറിൽ നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, ദിസ് ഹോട്ട് ഹൈ പ്രഷർ ഗ്യാസ് then travels to condenser. അപ്പോൾ കംപ്രസർ ഈ റെഫ്രിജറന്റിനെ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറുള്ള ഈ റെഫ്രിജറന്റിനെ കണ്ടൻസർ കോയിലിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഇനി ഈ കണ്ടൻസർ ഈ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറുള്ള ഈ റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്ത് തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കണ്ടൻസർ കോയിൽ ഈ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലുള്ള റെഫ്രിജറന്റിനെ തിരിച്ച് ലിക്വിഡാക്കി മാറ്റും. കണ്ടൻസർ കണ്ടൻസസ് ഹോട്ട് ഗ്യാസ് ടു ലിക്വിഡ്. അപ്പോൾ കംപ്രസർ കംപ്രസ് ചെയ്യുമ്പോൾ ആ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടും. കംപ്രസറിൽ നിന്ന് പുറത്തു വരുന്നത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റ് ആണ്. അത് കണ്ടൻസർ കോയിലിലേക്ക് പാസ് ചെയ്യും. കണ്ടൻസർ അതിനെ കണ്ടൻസ് ചെയ്ത് തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള റെഫ്രിജറന്റ് ഗ്യാസിനെ ഈ കണ്ടൻസർ കോയിലെ കണ്ടൻസ് ചെയ്ത് തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി ആ ഗ്യാസിന്റെ ഹീറ്റിനെ സറൗണ്ടിങ്സിലേക്ക്, അതായത് വെളിയിലേക്ക് പുറത്തേക്ക് എന്തോ ചെയ്യും? ഡിസിപ്പേറ്റ് ചെയ്യും. ആ ഹോട്ട് ഗ്യാസിന്റെ ഹീറ്റിനെ സറൗണ്ടിങ്സിലേക്ക് പരിസരത്തേക്ക് എന്തോ ചെയ്യും? ഡിസിപ്പേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കണ്ടൻസർ കോയില് അതിനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ആ ഹോട്ട് ഗ്യാസിന്റെ ഹീറ്റിനെ സറൗണ്ടിങ്സിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. അതായത് ആ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിന്റെ ഹീറ്റിനെ പുറത്തേക്ക് വിടും. എന്നിട്ട് ഈ കണ്ടൻസർ കോയിൽ അതിനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് തിരിച്ചു മാറ്റും. ഓക്കെ, സോ as the refrigerant leaves the condenser, it loses its heat and it becomes a liquid. അപ്പോൾ ഈ റെഫ്രിജറന്റ് കണ്ടൻസർ കോയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഹീറ്റ് എല്ലാം മാറി അത് തിരിച്ചൊരു ലിക്വിഡ് ഫോമിലാണ് ഈ കണ്ടൻസിങ് കോയിലിൽ നിന്ന് പുറത്തു വരുന്നത്. കണ്ടൻസർ ഈ ഗ്യാസിനെ തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഹീറ്റിനെ സറൗണ്ടിങ്സിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അത് ലിക്വിഡായി മാറി. ആ ലിക്വിഡ് എക്സ്പാൻഷൻ വാൽവ് വഴി നേരെ വീണ്ടും ഇവാപറേറ്റർ കോയിലിലേക്ക് ഫ്ലോ ചെയ്യും. ഈ എക്സ്പാൻഷൻ വാൽവാണ് ഈ കണ്ടൻസർ കോയിലിൽ നിന്ന് ഇവാപറേറ്റർ കോയിലിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്.
അപ്പോൾ കണ്ടൻസർ കോയിലിന്റെ പുറത്തേക്ക് വരുന്നത് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ആണ്. അത് നേരെ പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇവാപറേറ്റർ കോയിലിലേക്കാണ്. അപ്പോൾ ഈ കണ്ടൻസർ കോയിലിൽ നിന്ന് ഇവാപറേറ്റർ കോയിലിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് ആണ് ഈ കണ്ടൻസർ കോയിലിൽ നിന്ന് ഇവാപറേറ്റർ കോയിലിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് കണ്ടൻസർ കോയിലിൽ നിന്ന് ഈ ഇവാപറേറ്റർ കോയിലിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ നിയന്ത്രിക്കും. അങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഇവാപറേറ്റർ കോയിലെത്തും. അവിടേക്ക് റൂമിലുള്ള ഹോട്ട് എയർ എത്തും. ആ റൂമിലുള്ള ഹോട്ട് എയർ ഇവാപറേറ്റർ കോയിലൂടെ ഒഴുകുമ്പോൾ നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് എയറിന്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഗേഷ്യസ് ഫോമിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അത് കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യും, കംപ്രസറിലേക്ക് ഫ്ലോ ചെയ്യും. കംപ്രസർ അതിനെ എന്തോ ചെയ്യും? വീണ്ടും കംപ്രസ് ചെയ്യും. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും എന്തോ ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുള്ള ഈ ഗ്യാസ് വീണ്ടും കണ്ടൻസർ കോയിലിലേക്ക് പാസ് ചെയ്യും. കണ്ടൻസർ കോയിൽ അതിനെ കണ്ടൻസ് ചെയ്ത് വീണ്ടും ലിക്വിഡ് ആക്കും. ആ ഗ്യാസിന്റെ ഹീറ്റിനെ സറൗണ്ടിങ്സിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ അത് വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതിനെ എക്സ്പാൻഷൻ വാൽവ് വഴി വീണ്ടും ഇവാപറേറ്റർ കോയിലിലേക്ക് പാസ് ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് എയർ കണ്ടീഷണറിന്റെ വർക്കിംഗ്. ഇതെന്റെ സിമ്പിൾ ഡയഗ്രാം ആണ്. ഓക്കെ.